ഹായ്, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഈ വെങ്ങിണിശ്ശേരി ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. എവിടെയാണ് ഈ സ്ഥലം? തൃശ്ശൂർ ജില്ലയിലെ അമ്മാടം വെങ്ങിണിശ്ശേരി എന്ന് പറയും. ഓക്കെ, അപ്പൊ അവിടെ നിന്നാണ് വരുന്നത്. ഓക്കെ, എന്തൊക്കെയാ ചെയ്യാൻ പോണേ? കുറച്ച് നടന്മാരുടെ ശബ്ദം, ന്യൂജൻ നടന്മാരുടെ ശബ്ദം, ന്യൂ ജനറേഷൻ നടന്മാരുടെ ശബ്ദമാണ്. ഓക്കെ, റെഡി. ഫസ്റ്റ് ആരാണ്? ധർമ്മചേട്ടൻ. സഹോ, നീ ഒന്നും നോക്കണ്ട, നീ അവളെ കാണുമ്പോ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞേക്ക്. എടാ, അത് ശരിക്കും നിന്റെ സ്വപ്നം പോലെ അവളും നീ തമ്മിൽ പ്രേമത്തിലാവും. നിങ്ങളുടെ പ്രേമം പൂക്കും, തളിർക്കും, കായ്ക്കും, പടന്ന് പന്തലിക്കും. എടാ, നിന്റെ പ്രണയത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് കട്ടപ്പനയിൽ ഞാൻ താജ്മഹൽ പണിയോടാ, താജ്മഹൽ. അടുത്തത് കലാഭവൻ ഹനീഫ്ക. ഓക്കെ, കലാഭവൻ ഹനീഫിക്ക. ഈ മിമിക്രിക്കാരൻ സിനിമാകാരൻ ചേർന്നേ നമ്മുടെ പേര് ഒരു കോമാളിയാക്കി, ശശി ശശി എന്നും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടേ മനുഷ്യന്റെ പുറത്തേക്ക് ഇറക്കി നടങ്ങാമല. നീ വരുന്നില്ലേ? നിന്നെ പോലുള്ളവരാണ്ടാ തൊഴിലാളി വർഗത്തിന് നാണക്കേടുണ്ടാക്കുന്നത്. നീ നന്നായ നിന്റെ വീട് നന്നായി, നിന്റെ വീട് നന്നായ നാട് നന്നായി, നാട് നന്നായ ഈ ലോകം തന്നെ നന്നായി. ഷറഫുദ്ദീൻ. നീ ഇന്നലെ കാശ് കൊണ്ടിരുന്നു പറഞ്ഞേ, പിന്നെ കാശ് കൊണ്ടുവരണ്ടേ? വേവാ, ഞാൻ ടോയ്ലറ്റ് അവിടെ ഉണ്ട്. കാശ് കടം കൊടുക്കണല്ലോ, കടം ചോദിക്കണതാ. ഏത് സോഫിയുടെ ഐഡി? എന്താ ഐഡി ഇല്ലാത്ത കുട്ടി? ഇൻസ്റ്റാഗ്രാമിലുണ്ടാ? അത് ഈ റേഷൻ കാർഡിന്റെ ലിസ്റ്റിലുണ്ടാ? നീ ആ വാരമ്പിള്ളിയില് മീനാക്ഷി അല്ലേ? അടുത്തത് ജിനു ജോസഫ്. DYSP അബ്രാങ്കൂഷ്. റിട്ടയർഡാവാനായിട്ട് 2-3 മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലബിൽ റമ്മി കളിച്ചിട്ട് ലേറ്റായി വരുമെന്ന് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാര്യ നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ച് കിടന്നു. രാവിലെ ആയിട്ടും കാണാതെ ഇപ്പം അല്പം പാനിക്കായി. പിന്നെ തനിക്കൊരു ഫീൽഡ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് വിളിപ്പിച്ചതാ. ഫോറൻസിക്കാരുടെ പരിപാടി കഴിഞ്ഞു. ഇനി വേണമെങ്കിൽ തനിക്ക് കയറി ഒന്ന് നോക്കാം. ഒരു കേസ് തോറ്റതിന്റെ ഫ്രസ്ട്രേഷൻ ആണ് മാഡം. ഇങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ എത്ര കേസ് തോറ്റിരിക്കുന്നു. കമ്മട്ടിപ്പടം ബാലൻ ചേട്ടൻ. തല്ലുകൊണ്ട് ചമ്പനാറികള്. ആരാണവൻ? കരാട്ടെ കോപ്പ്. നിനക്ക് ഇടിക്കണ, നിനക്ക് ഇടിക്കണാന്ന് ഇടിച്ചു പൊളിക്കണ പന്നീനെ. ചേട്ടൻ തന്നെ വേറൊരു ഡയലോഗ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടല്ലോ, അത് പറയൂ. ഇഡ്ലി, ദോശ, ചമ്മന്തി, സാമ്പാർ, ചിക്കൻ, മട്ടൻ കട്ട, ഫിഷ് ഫ്രൈ, ഫിഷ് മോളി, വിശേഷം, മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, വെജ് ബിരിയാണി, കരിമീൻ, നെയ്മീൻ, പൂമീൻ, നെയ്മീൻ, ചാളക്കറി, എലിക്കറി, ബീഫ് പൊറോട്ട, ചപ്പാത്തി, മസാല, നെയ്റോസ്റ്റ്, വട, പത്തിരി, ഉണ്ടമ്പരിസ, വളർച്ച, മേൽ പറഞ്ഞ കടികളൊന്നും വിടിയില്ല. ഇത് ഞാൻ വളർത്തിന് ഈച്ചയൊന്നല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരല്ലേന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാനൊന്നും പോണില്ല. ഇത് ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കിട്ടിയതാണ് ഈ സാധനങ്ങൾ അല്ലേ? ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. പ്രദീപിന്റെ ജിനു പക്ക. താങ്ക് യു. പിന്നെ ഇതൊക്കെ ചെയ്ത ഷറഫുദ്ദീൻ കറക്റ്റാണ്. ചെയ്ത പല ശബ്ദങ്ങളും എല്ലാ ശബ്ദങ്ങളിലും കുറച്ച് സാധനങ്ങൾ ഭയങ്കര പെർഫെക്ഷൻ ഉണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങൾ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. താങ്ക് യു. ചില സാധനങ്ങളൊക്കെ വളരെ നന്നായിരുന്നു, ചില സാധനങ്ങൾ കുറച്ചും കൂടി നന്നാക്കണം, നന്നാവും. താങ്ക് യു. ഷറഫുദ്ദീൻ ഗംഭീരായി. താങ്ക് യു. അതുപോലെ ജിനു അല്ലേ? ജിനു ജോസഫ്. ജിനു ജോസഫ് അദ്ദേഹത്തിന്റെ ശബ്ദവും അതാണ് ഏറ്റവും ഈ പറഞ്ഞ പോലെ ഹൈലൈറ്റ് ആയിരിക്കുന്നത്. എനിക്ക് അനീഫ് കാടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത് ലാസ്റ്റൊക്കെ വന്നപ്പോഴേ ഇന്ദ്രജിത്തിന്റെ ഒരു ടോൺ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ടോണിലേക്ക് പോയോ എന്നൊരു സംശയം തോന്നി. പുള്ളിയുടെ ഡയലോഗ് ഏതെങ്കിലും അറിയോ? എനിക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിരുന്നെങ്കിൽ പക്കായിരുന്നെ. പേര് പറയടാന്നുള്ള ഡയലോഗ് അതൊക്കെ. നാളെ നമ്മൾ തമ്മിൽ കാണുമ്പോഴേ മുഖത്ത് ഈ മീശ കാണരുത്, വടിച്ചിട്ട് വന്നോളാം. ക്ലീൻ ഷേവ്. മനസ്സിലായടാ? പക്കയാണ്.